എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയാണ്. ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൂട്ടുകാർക്കറിയില്ലേ? ആ പാഠവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കിയാലോ? കൂട്ടുകാർ ഒരു തവളയുടെ ചിത്രം വരയ്ക്കൂ. ഇവിടെ ഒരു തവളയുടെ ചിത്രം വരയ്ക്കുക. തവള പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഈ കുളവും വറ്റി, ആ കുളവും വറ്റി. എന്താ പറയുന്നത്? ഈ കുളവും വറ്റി, ആ കുളവും വറ്റി. വറ്റാത്ത കുളമുണ്ടാവുമോ? തവള കുളം തിരഞ്ഞു പുറപ്പെട്ടു. അങ്ങനെ വെള്ളമെല്ലാം വറ്റിയപ്പോൾ തവളക്ക് സങ്കടം വന്നു. അങ്ങനെ തവള കുളം തിരഞ്ഞു പുറപ്പെട്ടു. കുളം തിരഞ്ഞു കുറേ നേരം സഞ്ചരിച്ചു. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ചാടി ചാടി ക്ഷീണിച്ചു. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു, ചാടി ചാടി ക്ഷീണിച്ചു. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. അപ്പോഴാണ് സഞ്ചാരിക്കാക്ക. കൂട്ടുകാർ സഞ്ചാരിക്കാക്കയെ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ സാധാരണ നമ്മളിവിടെ കാണുന്ന കാക്കയല്ല. സഞ്ചാരിക്കാക്ക എന്ന് പറഞ്ഞാൽ ദൂരദേശത്തു നിന്നും വരുന്നൊരു കാക്കയാണ്. അങ്ങനെയുള്ള കാക്കകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സഞ്ചാരി കാക്ക. തവള കാക്കയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എവിടെയാ കുളം? തവള കാക്കയോട് ചോദിച്ചു, ഇവിടെ അടുത്ത് കുളം ഉണ്ടോ? എന്താ ചോദിച്ചത് സഞ്ചാരിക്കാക്കയോട്? ഇവിടെ അടുത്ത് കുളം ഉണ്ടോ? അപ്പോൾ കാക്ക എന്തു പറഞ്ഞു? ഉണ്ടല്ലോ. തവള ചോദിച്ചു, എവിടെയാ കുളം? ദാ ആ പറങ്കിമാവിൻ്റെ അപ്പുറത്ത്. എവിടെയാ കുളം? ദാ ആ പറങ്കിമാവിൻ്റെ അപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തവളയും കാക്കയും ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? നീ എന്തിനാ കുളം തിരയുന്നത്? എന്താണ് കാക്ക ചോദിച്ചത്? എന്തിനാ കുളം തിരയുന്നത്? കുളിക്കാൻ. തവള മറുപടി പറഞ്ഞു, കുളിക്കാൻ. കാക്ക മറുപടി പറഞ്ഞു, കുറച്ച് നടന്നാൽ ഒരു വലിയ പാടം കാണാം. അതിൻ്റെ അറ്റത്ത് ഒരു വലിയ കുളമുണ്ട്. കുറച്ച് നടന്നാൽ നിനക്ക് ഒരു വലിയ പാടം കാണാം. അതിൻ്റെ അറ്റത്ത് ഒരു വലിയ കുളമുണ്ട്. അങ്ങനെ ഈ കുളവും അന്വേഷിച്ച് നമ്മുടെ തവള നടക്കുകയാണ്. അങ്ങനെ തവള കുളക്കരയിലെത്തി. തവള കുളക്കരയിൽ എത്തി. ഒറ്റച്ചാട്ടം ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിൻ്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി. അത് പാറയല്ലായിരുന്നു, ഒരു ആമയായിരുന്നു. ആമ നോക്കി, ഒരു ഭീകര ജീവി. ആമ ഭയന്നു. അയ്യോ രക്ഷിക്കണേ! ആമ നിലവിളിച്ചു. പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു. അയ്യോ രക്ഷിക്കണേ! തവള നിലവിളിച്ചു. അപ്പം എന്തൊക്കെയാ സംഭവിച്ചു? ആമ കുളക്കരയിലെത്തി ഒറ്റച്ചാട്ടം ചാടിയപ്പോൾ ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിൻ്റെ മധ്യത്തിൽ പാറയാണെന്ന് വിചാരിച്ചു ആരുടെ മേളിൽ കയറി ഇരുന്നു പോയി? നമ്മുടെ ആമയുടെ മുകളിൽ കയറി ഇരുന്നു പോയി. അപ്പം ആമക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പം ആമ വിചാരിച്ചു ഒരു വലിയ ഭീകരജീവി എൻ്റെ മേലിൽ കയറിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു നിലവിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥക്ക് ഒരു തലക്കെട്ട് നൽകണം. എന്താ നമുക്ക് നൽകാൻ പറ്റിയൊരു പേര് കൂട്ടുകാർ പറയൂ? നമുക്ക് ആമ നിലവിളിച്ചു, തവളയും നിലവിളിച്ചു. അങ്ങനെ എഴുതി നോക്കിയാലോ? ഓക്കേ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ചെയ്യാം. ആമ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നീ എന്തിനാ എൻ്റെ പുറത്തേക്ക് ചാടിയത്?
നീ എന്തിനാ എൻ്റെ പുറത്തേക്ക് ചാടിയത്? അപ്പോൾ നമ്മുടെ തവള പറയുകയാണ്, ഞാൻ നിന്റെ പുറത്തേക്ക് ചാടിയതല്ല, അറിയാതെ വീണുപോയതാ. എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ പുറത്തേക്ക് ചാടിയതല്ല, അറിയാതെ വീണുപോയതാ. അങ്ങനെ ഇരിക്കെ ഇവർ ബാക്കി എന്തൊക്കെ പറഞ്ഞു നോക്കൂ. ഇവിടെ ബോർഡിൽ എന്താണ് എഴുതി വെച്ചത്? ഈ പരസ്യ ബോർഡിൽ എന്താ എഴുതിയെന്ന് കൂട്ടുകാർ നോക്കൂ. അന്യർക്ക് പ്രവേശനമില്ല. അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു. കുളത്തിൻ്റെ കരയിൽ ഒരു ബോർഡ് വെച്ചിരുന്നു. എന്താ ബോർഡിൽ എഴുതിയത്? അന്യർക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മളുടെ ആമ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നീ ആയിരുന്നോ? നീ എന്തിനാ എൻ്റെ കുളത്തിലേക്ക് വന്നത്? നീ എന്തിനാ എൻ്റെ കുളത്തിലേക്ക് വന്നത്? അപ്പോൾ തവള ചോദിക്കുക. ദേഷ്യം പിടിച്ചിട്ട് തവളക്ക് ദേഷ്യം വന്നു. വന്നിട്ട് തവള ചോദിക്കുകയാണ്, നിന്റെ കുളമോ? ആഹാ, ഇത് എല്ലാവരുടെയും കുളമാ. എന്താ പറഞ്ഞത്? നിന്റെ കുളമോ? ആഹാ, ഇത് എല്ലാവരുടെയും കുളമാ. അങ്ങനെ അവർ തമ്മിൽ എന്തായി? കലഹമായി. എൻ്റേതാണ് നിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ച വെക്കാൻ തുടങ്ങിയവർ. അപ്പോൾ ആമ പറഞ്ഞു, ആ പരസ്യ പലകയിൽ നോക്കൂ. എന്താ ചെയ്യേണ്ടത്? ആ പരസ്യ പലകയിൽ എഴുതിയത് നോക്കൂ. പരസ്യപ്പലകയിൽ എന്തായിരുന്നു എഴുതി വെച്ചിരുന്നത്? അന്യർക്ക് പ്രവേശനമില്ല. അങ്ങനെ അവർ തമ്മിൽ കലഹം മൂത്തു. ഇതെല്ലാം ആര് കാണുന്നുണ്ടായിരുന്നു? ആ കാക്ക കാണുന്നുണ്ടായിരുന്നു. കഷ്ടം കഷ്ടം, കലഹം നിർത്തൂ. ആ കാക്ക വിളിച്ചു പറഞ്ഞു, കഷ്ടം കഷ്ടം, കലഹം നിർത്തൂ. ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തുകൂടി. തവളയുടെയും ആമയുടെയും കാക്കയുടെയും എല്ലാവരുടെയും ശബ്ദം കേട്ടപ്പോൾ ബാക്കിയുള്ള ജീവികൾ, കാട്ടിലുള്ള ബാക്കിയുള്ള ജീവികൾ അവിടെ എല്ലാവരെയും ഓടിയെത്തി. അപ്പോൾ നമ്മുടെ ആന എന്ത് ചോദിച്ചു? ആന ചോദിച്ചു, തവളയും ആമയും എന്തിനാണ് കലഹിക്കുന്നത്? തവളയും ആമയും എന്തിനാണ് കലഹിക്കുന്നത്? അപ്പോൾ ഈ ചോദ്യമെല്ലാം ആര് കേൾക്കുന്നുണ്ടായിരുന്നു? തവളയും ആമയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി എന്തെല്ലാം സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതിൽ ഏതെല്ലാം ജീവികൾ ഉണ്ടെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ആരെല്ലാം ഉണ്ട്? തവള, ആമ, ജിറാഫ്, പുലി, കുരങ്ങൻ, ആന, കാക്ക, കാട്ടുപോത്ത്, കടുവ. ഇവരുടെ എല്ലാവരുടെയും പേരുകൾ, ഈ ജീവികൾ ഏതെല്ലാം എന്ന് ഈ കോളത്തിൽ എഴുതി ചേർക്കണം. ചീങ്കണ്ണി വന്നു, പരസ്യപ്പലക വെട്ടി എഴുതി. ചീങ്കണ്ണി വന്നു, എന്തു ചെയ്തു? ആ പരസ്യപ്പലക വെട്ടി എഴുതി. അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള വാക്ക് വെട്ടിയിട്ട് ആരും അന്യരല്ല എന്നാക്കി മാറ്റി. അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് മാറ്റിയിട്ട് എന്താക്കി മാറ്റി? ആരും അന്യരല്ല, എല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്, എല്ലാ മൃഗങ്ങളും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന രീതിയിൽ നമ്മുടെ ചീങ്കണ്ണി എഴുതി ചേർത്തു. ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്തു കരക്കിട്ടു. എല്ലാവരും മൂക്കുപൊത്തി. എന്തായിരിക്കും കാരണം? നോക്കൂ, ദുർഗന്ധം. ആന പറഞ്ഞു, എന്തൊരു ദുർഗന്ധം. അപ്പോൾ നമ്മുടെ കുരങ്ങൻ പറഞ്ഞു, എന്തൊരു നാറ്റം. ജിറാഫ് പറഞ്ഞു, സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊരു നാറ്റം, സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോ മൃഗങ്ങൾ ഈ ചീഞ്ഞ ചെളിവെള്ളത്തിൽ കിടക്കുന്ന തവളയെയും ആമയെയും പുറത്തിട്ടിട്ട് ഈ മണം സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളത്തിൽ കഴിഞ്ഞത്? ഓ, വല്ലാത്ത കഷ്ടം തന്നെ. ചെളിവെള്ളത്തിൻ്റെ മണം സഹിക്കാൻ കഴിയുന്നില്ല. ചെളിവെള്ളത്തിൻ്റെ മണം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് എല്ലാ മൃഗങ്ങളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ ഇനി എന്ത് വേണം? മഴ പെയ്ത് വെള്ളം നിറയണം. എങ്കിൽ മാത്രമേ ഈ ചെളിവെള്ളത്തിൻ്റെ ദുർഗന്ധം മാറുകയുള്ളൂ. കുളം നിറയണം. അതിനെന്ത് വേണം? മഴ പെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? മേഘത്തെ വിളിക്കാം. അവരെല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് മേഘത്തെ വിളിക്കാം. അങ്ങനെ
മേഘം എന്ത് ചെയ്തു? മഴ കൊണ്ടുവന്നു. മഴ പെയ്തു. മഴ പെയ്താൽ എന്താവും? കുളം നിറയും. അങ്ങനെ കുളം നിറഞ്ഞു. അപ്പോൾ ആമ തവളയോട് പറയുകയാണ്, നീ വാ തവളെ, നമുക്ക് കുളത്തിലേക്ക് ചാടാം. നീ വാ തവളെ, നമുക്ക് കുളത്തിലേക്ക് ചാടാം. ദേ ഞാൻ വരുന്നു. തവള പറയാണ്, ദേ ഞാൻ വരുന്നു. പേക്രോം പേക്രോം പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. അപ്പം എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും ആമ തവളയെ കൂട്ടിന് ക്ഷണിച്ചപ്പോൾ സന്തോഷമായി. എല്ലാവർക്കും ആമയെ ഇഷ്ടമായി. വാ തവളെ, പുറത്തു കയറൂ. ആമ ക്ഷണിച്ചു. തവള പുറത്തു കയറി. പിന്നാലെ മീനുകളും. ജലഘോഷയാത്ര അതിഗംഭീരമായിരുന്നു. പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര അതിഗംഭീരമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അതൊരു ആഘോഷമാക്കി മാറ്റി. ആ സമയത്ത് ആരോ പുതിയ പരസ്യപ്പലക വെച്ചു. എന്തായിരിക്കും ആ പരസ്യപ്പലകയിൽ എഴുതിയെന്ന് നമുക്ക് നോക്കാം. കുളം എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുക. കുളം എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുക. ശുദ്ധജലം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കുളം എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുക. ശുദ്ധജലം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ നാം എല്ലാവരും നമ്മുടെ വീട്ടിലെ കിണറുകളും ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം. എന്നിട്ട് എല്ലാവർക്കും വെള്ളം ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കുകയും വേണം. ഇനി എന്തൊക്കെയാണെന്ന് നോക്കൂ. അടുത്ത ചിത്രത്തിൽ പറയുന്നത് കുളം ആരുടെയെല്ലാം. ആർക്കൊക്കെ കുളം ഉപയോഗപ്പെടാം? നമുക്ക് നോക്കാം. ആമ, തവള, ചീങ്കണ്ണി, കൊക്ക്, മീൻ, ആന, പക്ഷികൾ, പാമ്പ് ഇവർക്കെല്ലാം കുളം ഉപകാരപ്പെടും. ഈ ചിത്രത്തിൽ ഇവരുടെ എല്ലാം പേരുകൾ കൂട്ടുകാർ എഴുതി ചേർക്കണേ. ഇനി ജീവികളെ തരംതിരിക്കാം, എഴുതാം. ഏതൊക്കെ തരത്തിലുള്ള ജീവികളുണ്ട്? ജലത്തിൽ മാത്രം ജീവിക്കുന്നവയുണ്ട്, ജലത്തിലും കരയിലും ജീവിക്കുന്നവയുണ്ട്, കരയിൽ മാത്രം ജീവിക്കുന്നവയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജലത്തിൽ മാത്രം ജീവിക്കുന്നവയുടെ പേരുകൾ എഴുതി ചേർക്കാം. മത്സ്യങ്ങൾ അല്ലെങ്കിൽ മീനുകൾ, നീരാളി, കടൽ കുതിര, ചെമ്മീൻ. മീനുകൾ, നീരാളി, കുതിര, കടൽ കുതിര, ചെമ്മീൻ. ഇനി ജലത്തിലും കരയിലും ജീവിക്കുന്നവ ആരെല്ലാമാണ്? ജലത്തിലും കരയിലും ജീവിക്കുന്നവർ ആമ, തവള, ചീങ്കണ്ണി, കടൽ കാക്ക. ഇവയെല്ലാം ഈ കുളത്തിലും ചേർത്തെഴുതുക. ഇനി അടുത്തത് കരയിൽ മാത്രം ജീവിക്കുന്നവ. അത് എളുപ്പമല്ലേ? അത് നമുക്കറിയാം. ആരൊക്കെയാണ് കരയിൽ മാത്രം ജീവിക്കുന്നവർ? കോഴി, ആട്, ആന, കാക്ക, പുലി, സിംഹം, കടുവ, മനുഷ്യർ. ഇവരെല്ലാവരും കരയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പേജ് എടുത്തോളൂ. ഇതിൽ കാണുന്ന ചിത്രം സൂക്ഷിച്ചു നോക്കൂ. ഇവർ എന്തെല്ലാം ചെയ്യുന്നു എന്ന് കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഒരു കുട്ടി എന്താ ചെയ്യുന്നത് നോക്കൂ. ചിത്രത്തിൽ ഒരു കുട്ടി പല്ല് തേക്കുകയാണ് അല്ലേ? പൈപ്പ് തുറന്നിട്ടിട്ട് പല്ല് തേക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ്. ഈ കള്ളിയിൽ തെറ്റ് എന്ന് മാർക്ക് ചെയ്യുക. കുട്ടി ചെയ്യുന്നത് ശരിയല്ല. ഈ ആൺകുട്ടി ചെയ്യുന്നത് ശരിയല്ല. ഇനി ഒരു ചേട്ടൻ എന്താണെന്ന് ചെയ്യുന്നത് നോക്കൂ. കാർ കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നിട്ട് മൊബൈൽ ഞെക്കിയിരിക്കുകയാണ് അല്ലേ? മൊബൈൽ നോക്കിയിരുന്ന് പൈപ്പിലെ വെള്ളം എല്ലാം എന്തായി പോകുന്നുണ്ട്? വേസ്റ്റായി പോകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ശരിയായ രീതിയല്ല, അതും തെറ്റാണ്. ഇനി ഒരു പെൺകുട്ടി നോക്കൂ. അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ചെടി നനക്കുന്നത് കണ്ടോ? സ്പ്രേ ചെയ്ത് ചെടി നനയ്ക്കുകയാണ്. അവൾ ചെയ്യുന്ന രീതി ശരിയാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കുട്ടിയുണ്ടല്ലോ. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു ഓട്ടയായ ബക്കറ്റിൽ വെള്ളം ശേഖരിക്കുകയാണ്. ഓട്ടയായ ബക്കറ്റിൽ വെള്ളം നിൽക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഓട്ടയായ ബക്കറ്റിൽ വെള്ളം എടുത്ത് നമുക്ക് നനയ്ക്കാൻ ഉപയോഗിച്ചാൽ കൂടുതൽ വെള്ളം വേസ്റ്റായി പോകും. അതുകൊണ്ട് ഈ മോള് ചെയ്യുന്നത് മാത്രമാണ് ഇതിൽ ശരിയായത്. അത് മാത്രം ടിക്കിടുക. ഇനി ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാം. എന്തൊക്കെ എഴുതാം?
പൈപ്പ് തുറന്നിട്ട് പല്ല് തേക്കരുത്. പൈപ്പ് തുറന്നിട്ട് പല്ല് തേക്കരുത്. വെള്ളം ചോരുന്ന ബക്കറ്റ് ഉപയോഗിക്കരുത്. വെള്ളം ചോരുന്ന ബക്കറ്റ് ഉപയോഗിക്കരുത്. ആ പെൺകുട്ടി ചെയ്യുന്നത് പോലെ ചെടിക്ക് വെള്ളം നനയ്ക്കുക. പൈപ്പ് തുറന്നിട്ട് മൊബൈലിൽ ഞെക്കി കളിക്കരുത്. എന്താണ്? പൈപ്പ് തുറന്നിട്ട് മൊബൈൽ ഫോണിൽ ഞെക്കി കളിക്കരുത്. ഇനി അടുത്തത് പ്രവർത്തനം എന്താണ്? നിർമ്മിക്കാം, ഒട്ടിക്കാം. എന്താണ് നിർമ്മിക്കേണ്ടത്? നമുക്കൊരു തവളക്കുട്ടനെ ഉണ്ടാക്കാം. അതിന് എന്ത് വേണം? ആദ്യം ഒരു ചതുര പേപ്പർ എടുക്കുക. എങ്ങനത്തെ പേപ്പറാണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ 4 ഭാഗവും ഒരേ വലുപ്പത്തിലുള്ള ഒരു ചതുര പേപ്പർ എടുക്കുക. അതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെ മുറിക്കണം? ഒരു വൃത്താകൃതിയിൽ മുറിക്കുക. പേപ്പർ വൃത്താകൃതിയിൽ മുറിക്കുക. നേരെ പകുതി വെച്ച് മടക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയ വൃത്തത്തിൻ്റെ പകുതി കണ്ട് മടക്കുക. ചെറിയ 2 വട്ടങ്ങൾ വെട്ടിയെടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ 2 വട്ടങ്ങൾ ഒട്ടിക്കുക. 2 കുത്തുവിടുക. അപ്പോൾ എന്താ ഇത്? കണ്ണായി അല്ലേ? ചെറിയ വട്ടങ്ങൾ നടുക്ക് കറുപ്പ് നിറം കൊടുക്കുക. ഇനി എന്തും ചെയ്യണം? ബാക്കി പ്രവർത്തനം കൂടി ചെയ്യണം, എന്നാലേ നമ്മുടെ പ്രവർത്തനം കംപ്ലീറ്റ് ആകുള്ളൂ. കുളം വരയ്ക്കുക. താഴെ കാണുന്ന ഒഴിഞ്ഞ സ്പേസിൽ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു കുളം വരയ്ക്കുക. തവളയെ അതിൽ ഒട്ടിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൂട്ടുകാർ ചെയ്ത് ഒരു കുളവും അതിൽ ഒരു തവളയെയും വരച്ച് ഒട്ടിക്കുക ഈ കാണുന്ന ഒഴിഞ്ഞ സ്പേസിൽ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? പദകേളി. പൂരിപ്പിക്കാമോ? ഈ പൂരിപ്പിക്കാമോ എന്ന് പറഞ്ഞ ഈ പദകേളിയിലെ ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ പൂരിപ്പിക്കേണ്ടത്. എന്തെല്ലാം പറയുന്നത് നോക്കൂ. വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകും. എന്താണ് വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകുന്നത്? വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുക് പെരുകും അല്ലേ? ചെമ്മീൻ എന്നും പേരുണ്ട്. ചെമ്മീന് മറ്റൊരു പേരാണ് എന്ത്? കൊഞ്ച്. ദേഹത്തെല്ലാം മുള്ളുപോലുണ്ട്, കരയിലും ജലത്തിലും ജീവിക്കും. ആരാണതാള്? ചീങ്കണ്ണി. ഇനി 4-മത്തേത്. ഒരു കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി. കൂട്ടുകാർക്കറിയില്ലേ ആ കഥ? മുയലും ആമയുമായിട്ടുള്ള ആ ഓട്ടമത്സരം. അപ്പോൾ അതിൽ ആരാണ് മുയലിനെ പരാജയപ്പെടുത്തിയത്? ആമ. അപ്പം 4-മത്തതിൻ്റെ ഉത്തരം എന്താണ്? ആമ. 5. വെള്ളത്തിൽ കൂടുതലായി കാണുന്ന ജീവി ചെതുമ്പലുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? മീനല്ലേ? അതെ. ഒരു മീനിൻ്റെ പേര്, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനിൻ്റെ പേര് ഇവിടെ ചേർക്കുക. അങ്ങനെ നമുക്ക് ഈ കളി പൂർത്തിയാക്കാം. ഈ കളി കൂട്ടുകാർ പൂർത്തിയാക്കണേ. എന്തൊക്കെ എഴുതാം? കൊതുക്, കൊഞ്ച്, ചീങ്കണ്ണി, ആമ, മീൻ. 6-മത്തതിൻ്റെ ഉത്തരം കൂട്ടുകാർ കണ്ടെത്തി എഴുതൂ. ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും പൂർത്തിയാക്കിയില്ലേ? ഈ പേജ് വൃത്തിയിൽ അക്ഷരങ്ങൾ എഴുതി പൂർത്തിയാക്കുക. അടുത്തത് നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെ? പാഠപുസ്തകത്തിലെ 57-മത്തെ പേജാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എഴുതൂ. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? ടെക്സ്റ്റ് ബുക്കിലെ 57-മത്തെ പേജിൽ. ഇവിടെ കൊടുത്ത പേജ് നമ്പർ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 57-മത്തെ പേജിലാണ് എഴുതേണ്ടത്. അവിടെ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് നോക്കൂ. ആ പേജ് എടുത്തിട്ട് അതിൽ ആ ചിത്രത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടുകാർ ഇവിടെ എഴുതി ചേർക്കുക.
എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ പേജിൽ കാണുന്നത് ശ്രദ്ധിച്ചു നോക്കുക. 57-ാമത്തെ പേജ്. മഴ പെയ്യുന്നു, മേഘത്തിന് സന്തോഷമാകുന്നു, തവള തുള്ളിച്ചാടുന്നു, മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം, പുഴ കുതിച്ചൊഴുകുന്നു, മഴയത്ത് തുള്ളിച്ചാടുന്ന കുട്ടികൾ, പശുവിന് സന്തോഷമാകുന്നു. മഴ പെയ്യുന്നു, മേഘത്തിന് സന്തോഷമാകുന്നു, തവള തുള്ളിച്ചാടുന്നു, മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം. മഴ കുതിച്ചൊഴുകുന്നു, പുഴ കുതിച്ചൊഴുകുന്നു, മഴയത്ത് തുള്ളിച്ചാടുന്ന കുട്ടികൾ, പശുവിന് സന്തോഷമാകുന്നു. ഇതെല്ലാമാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഉത്തരം പറയാമോ? ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം എന്താണ്? 6 കാല്, കണ്ണ് 2, പിന്നോട്ടാണ് നടത്തം. ഉപ്പിത്തുള്ളൻ എന്ന് പറഞ്ഞൊരു ജീവിയാണ്. ഇംഗ്ലീഷിൽ അതിനെ മോളി ക്രിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. കൂട്ടുകാർ ഈ ജീവിയെ അറിയുന്നില്ലെങ്കിൽ ഇത് യൂട്യൂബിലോ ഗൂഗിളിലോ പോയിട്ട് മോൾ ക്രിക്കറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉപ്പിത്തുള്ളൻ്റെ ചിത്രം കാണാം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിന് വ്യത്യസ്ത പേരുകളാണ് അറിയപ്പെടുന്നത്. ടീച്ചർക്കറിയുന്നത് ഉപ്പിത്തുള്ളൻ എന്ന് പറയുന്ന പേരാണ്. അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടി. ആരാണ് ആള്? അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടുന്നത് ആമ. ആമയാണ് അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടി. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി. ആരാണ്? തവളക്കുഞ്ഞുങ്ങൾ അല്ലേ? അല്ലെങ്കിൽ വാൽമാക്രി. തവള എന്ന് എഴുതിയാലും മതി. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി. തവള. ജനനം ജലത്തിൽ, സഞ്ചാരം വായുവിൽ. ആരാണത്? കൊതുക്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരം ഉപ്പിത്തുള്ളൻ അല്ലെങ്കിൽ മോൾ ക്രിക്കറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടുന്നത് ആരാണ്? ആമ. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി. തവള. ജനനം ജലത്തിൽ, സഞ്ചാരം വായുവിൽ. ആരാണ്? കൊതുക്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.